നമ്മുടെ കേരളത്തിൽ ഇന്ന് ഹർത്താലായിരുന്നു. പൊതുവെ ഞാൻ ഹർത്താലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. അത് ഏത് ആൾക്കാർ നടത്തിയാലും എന്തിനു വേണ്ടി നടത്തിയാലും. കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അവരുടെ യാത്രകളും അവരുടെ ഡെയിലി ലൈഫിനെയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് എല്ലാ ഹർത്താലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല. നോർമലി ഹർത്താലൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കണം, അത് എന്തിൻ്റെ പേർക്കായാലും. സോ ഇന്നത്തെ ഹർത്താലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമല്ല. പക്ഷേ ഇന്നത്തെ ഹർത്താലിൽ ഞാൻ കുറച്ച് ന്യൂസ് ക്ലിപ്പുകൾ കണ്ടു. അതായത് പൊതുവെ നമ്മുടെ രാഷ്ട്രീയക്കാർ ഹർത്താൽ നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ കേട്ടോ, അവരൊക്കെ അത്യാവശ്യം ഭയന്നിരിക്കും. ഹർത്താൽ നടത്തുന്ന ആൾക്കാർ പിന്തിരിപ്പിക്കത്തൊന്നുമില്ല. പക്ഷേ ഇന്ന് നടന്നത് ദളിതർ നടത്തിയതുകൊണ്ട് എന്ന് ഞാൻ എടുത്തു പറയും. കാര്യം ജാതി വ്യവസ്ഥയും അതേ കണക്കാനെ താഴ്ന്ന ആൾക്കാരെയൊക്കെ അടിച്ചമർത്താനായിട്ട് നമ്മുടെ സമൂഹം, നമ്മുടെ ഈ സർക്കാർ ഇപ്പോൾ ഈ ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ ഒരു അടി പോലും ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട്, കാക്കിയിട്ടവന്മാരെ കൊണ്ട് തിരിച്ചൊന്നും ചെയ്യിപ്പിക്കത്തില്ല. കാര്യം എന്താ, അവർക്ക് വോട്ട് വേണം. ഇപ്പോൾ വോട്ടെല്ലാം ഓൾറെഡി ആർക്കെങ്കിലും കൊടുത്തതുകൊണ്ട് അവരടിച്ചമർത്താനായിട്ട് നോക്കും. അതേ കണക്കിൻ്റെ ബസ്സിൻ്റെ ഒരാൾ ഞാൻ പറയുന്നത് കേട്ടു, നിങ്ങളൊക്കെ എത്ര പേരെ ശല്യപ്പെടുത്തുവാണ്, അതായത് എത്ര പേരെ ബുദ്ധിമുട്ടിക്കുവാണെന്ന്. മറ്റുള്ള ആൾക്കാർ സമരം നടത്താറുണ്ടല്ലോ, അപ്പം ഈ ബുദ്ധിമുട്ടൊന്നുമില്ലേ? അല്ല, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ബി ജെ പിക്കെതിരെ സമരം ചേർത്തുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി സമരം ചേർത്തുന്നു, ഇതിനു വേണ്ടി സമരം നടത്തുന്നു. എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ സമരങ്ങളും അല്ലെങ്കിൽ എല്ലാ ഹർത്താലുകളും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഒരു കൂട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റു കൂട്ടുകാർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതായത് അംഗീകരിക്കാത്തതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഹർത്താൽ എന്നുള്ള കാര്യത്തെ ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുമല്ല. എന്തുകൊണ്ടാണ് ഹർത്താലിനെ ആരും ഒട്ടും സപ്പോർട്ട് ചെയ്യാത്തത്? കാര്യം നഷ്ടപ്പെട്ടത് ഇവർക്ക് മാത്രമാണ്. നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. ആ പറയുന്ന ലോൺ എടുത്ത് മരിച്ച ആൾ, ആ ലോൺ എടുത്ത് അപമാനം കൊണ്ട് മരണപ്പെട്ടു, അല്ലെങ്കിൽ ആ മരിച്ച ആൾക്ക് ആ സാഹചര്യം ഒരുക്കി ആരാണ്? ഈ കേരളത്തിൽ ജനിച്ചു, കേരളത്തിൽ വളർന്നു. അദ്ദേഹത്തിന് ലോൺ എടുക്കാനുണ്ടായ സാഹചര്യം മണി മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ പൈസ ഇല്ല. ആ പൈസ ഇല്ലാത്ത എന്താ, ഇവിടുത്തെ യുവാക്കളെല്ലാവരും കൂടി എത്ര പേര് ലോൺ എടുക്കാതിരിക്കുന്നുണ്ട്? സർവേ എടുക്കാം, ഇതിൽ വന്ന് ലോൺ എടുക്കാത്ത ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എടുത്ത ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുക്കാത്ത ആൾക്കാരില്ല, ആപ്പ് ലോണുകൾ എടുക്കാത്ത ആൾക്കാരില്ല. ആപ്പ് ലോൺ നിരോധിക്കുകയല്ല വേണ്ടത്. എന്ത് അടിസ്ഥാനത്തിലാണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ പൊട്ടന്മാർ ചെയ്യുന്ന അതങ്ങ് നിരോധിച്ച് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് എന്താണ് ഇവർ ഈ ലോൺ എടുക്കാനുള്ള സാഹചര്യം മനസ്സിലാക്കി അത് പൂർണ്ണമായിട്ട് ഇല്ലാതെയൊക്കെയാണ് വേണ്ടത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് മനസ്സിലാക്കേണ്ടത് ദളിതർക്കെതിരെ ജാതി മതവും എല്ലാം തന്നെ ഇപ്പോഴും ഇവിടെയുണ്ട്. ഒറ്റക്കെട്ടായിട്ട് നമ്മളിവരെ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് ഇവർ ജനജീവിതം സ്തംഭിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ ആരായാലും എന്തിനു വേണ്ടിയായാലും. പണ്ട് കോൺഗ്രസ്സുകാർ സമരം ചെയ്ത് ജോർജ് വന്ന് പുറത്തിറങ്ങി പറഞ്ഞപ്പോഴും സമരം എനിക്കെന്നല്ല, ആർക്കും തന്നെ സമരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത് ജനജീവിതം സ്തംഭിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ അതിനല്ല ഇത് പറയുന്നത്. കാരണം നടത്തുന്ന ആൾക്കാരുടെ വ്യത്യാസത്തിൽ, ഇപ്പോൾ ഹർത്താൽ നടത്തുന്നത് വലിയ പാർട്ടിയാണെങ്കിൽ ഒരാളൊന്നും മിണ്ടത്തില്ല. ഇപ്പോൾ മിണ്ടാനുള്ള കാര്യം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ശരിയെന്നാ.